സമാധാന കരാറിന് പുല്ലുവിലയാണ് ഇസ്രയേൽ നൽകുന്നത്. വീണ്ടും ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ 9 പേർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ലല്ലേ? ശ്രീജിത്ത്, യുദ്ധം 2 വർഷം നീണ്ടു നിന്നു, 2 വർഷത്തിലധികം. പക്ഷേ സമാധാനം നീണ്ടു നിന്നു ഒരൊറ്റ ദിവസം, 24 മണിക്കൂർ പോലും നീണ്ടു നിന്നില്ല. അതിൻ്റെ കാരണം വളരെ സുവ്യക്തവും അതുപോലെ തന്നെ ബീഭത്സവുമാണ്. അതായത് ജീവനോടുള്ളവരെ എല്ലാം വിട്ടുകൊടുത്തു, പക്ഷേ മരിച്ചവരെ വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ ചോദിക്കും, മരിച്ചവരെ വിട്ടുകൊടുക്കാൻ പറ്റുമോ എന്ന്? ശവശരീരങ്ങൾ വിട്ടുകൊടുക്കാമല്ലോ. ആ ശവശരീരങ്ങൾ വിട്ടുകൊടുക്കാൻ ഹമാസിന് പേടിയാണ്. ഹമാസിന് പേടിയോ എന്ന് ചോദിക്കാം. പേടിയാണ്. എന്താണ്? അതാണ് കാരണം. അതായത് ആ ശവശരീരങ്ങൾ എന്ന് പറയുന്നത് ചില ഓർമ്മപ്പെടുത്തലുകളാണ്. ഓർമ്മപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് ഹമാസിൻ്റെ ക്രൂരതകളാണ്. ആ ശവശരീരങ്ങളോട് കാണിച്ച ക്രൂരതകൾ നമ്മൾ കണ്ടതാണ്. ഒരാളിനെ പട്ടിണി ഇട്ടുകൊണ്ട് സൊമാലിയയിലെ ഷാർവിയോർക്കർ രോഗം ബാധിച്ച ആൾക്കാരെ പോലെ മണലിൽ കിടന്ന് പുഴുക്കളെ പോലെ നുരയ്ക്കുന്ന ഒരാളുടെ ചിത്രം ലോകം മുഴുവൻ കണ്ട് ഞെട്ടിയതാണ്. വിയറ്റ്നാമിലെ ഓറഞ്ച് ഏജൻറ്റിൽ നിന്ന് പേടിച്ചോടുന്ന കുട്ടിയെപ്പോലെ അത്ര ഭീകരമായിട്ടുള്ള ഒരു ദൃശ്യം. അതൊരു പുരുഷൻ. പക്ഷേ നമ്മൾ അറിയുന്നത്, അതുപോലെ TP സെൻകുമാർ സ്ഥിരീകരിക്കുന്നതുമായ കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു IPS ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇതിനെക്കുറിച്ച് കാര്യവിവരമുണ്ട്. അതിതാണ്, ആ ബന്ദികളിൽ സ്ത്രീകളായവരെയും കുട്ടികളോടും മഹാപാപം ചെയ്തു ഹമാസ് പോരാളികൾ. അതായത് ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് അടിമകളായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് എന്തും ചെയ്യാം, എങ്ങനെയും പെരുമാറാം, ഏത് ബന്ധത്തിലും ഏർപ്പെടാം. കാഫറുകളുമായി ഈ അടിമകൾ അതായത് യുദ്ധത്തിൽ പിടിച്ചെടുക്കപ്പെട്ടവരെ അടിമകൾ എന്നാണ് സങ്കല്പിക്കുന്നത്. അടിമ സമ്പ്രദായത്തെ അനുകൂലിക്കുന്നുണ്ടത് ആ പ്രസ്താവം. എങ്ങനെയാണെങ്കിൽ അടിമ സമ്പ്രദായത്തിന് അനുകൂലമാണ്. ആ കാലഘട്ടത്തിലെയാണ്, അതിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടേണ്ടതാണ്. അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ആ വിശ്വാസവും കൊണ്ടാണ് ഇവർ നടക്കുന്നത്. എന്തു ചെയ്യാം? അതെ, എന്തു തരത്തിലുള്ള പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. ഒരു തെറ്റുമില്ല അതിനെന്നാണ്. അവരോട് എന്തും ചെയ്യാം. അതായത് ആർത്തവ സമയത്ത് തന്നെ ബന്ധത്തിൽ ഏർപ്പെടാം. എന്നാൽ ചോദിക്കും, അങ്ങനെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. IS ഭീകരന്മാർ ഇറാഖ് ഏറ്റെടുത്തിട്ടുള്ള സന്ദർഭം ഓർമ്മയുണ്ടോ? അതായത് അമേരിക്ക അവിടെ പോയി അനാവശ്യമായിട്ട് ഇടപെട്ട് രാസായുധമുണ്ട് എന്നുള്ള തെറ്റായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയ സമയത്ത് അവിടെ IS ഭീകരന്മാർ അവരുടെ അതിർത്തിയിലുള്ള മറ്റു മുസ്ലിങ്ങളെ അല്ല, അവരെ ഒന്നും ചെയ്തിട്ടില്ല. കുർദുകൾ എന്ന വിഭാഗം, മുസ്ലിം മതത്തിൻ്റെ ഒരു അവാന്തര വിഭാഗം. പക്ഷേ അവർ തലയിൽ ഈ നമ്മുടെ ഹിജാബോ അങ്ങനെയുള്ള ശിരോവസ്ത്രങ്ങളോ അണിയാറില്ല. ആ സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും വിളിച്ചു കൊണ്ടുപോയിട്ട് പുരുഷന്മാരെയെല്ലാം അവിടെ ഭിത്തിക്ക് അഭിമുഖമായിട്ട് നിർത്തി. ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ നാസികൾ ചെയ്തതുപോലെ ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിൽ അവരുടെ മുഴുവൻ കഴുത്തിന് നേരെ വെടിവെച്ച് അവരെ മുഴുവൻ കൊന്നതിന് ശേഷം ആ സ്ത്രീകളെ മുഴുവൻ, അവരിൽ ആർത്തവം മെൻസ് സ്റ്റേജിലുള്ളവരുണ്ടായിരുന്നു, കൊച്ചുകുട്ടികളുണ്ടായിരുന്നു, അമ്മമാരുണ്ടായിരുന്നു. അവർക്ക് തോന്നിയവരെ മുഴുവൻ ഈ പറയുന്ന രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള കാമഭ്രാന്തുകൾക്ക്, പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾക്ക് ഒക്കെ അവരെ കമാൻഡർമാർ, അവരുടെ IS കമാൻഡർമാർ അതിനെല്ലാം വിധേയരാക്കി പലതവണ. അപ്പം നിങ്ങൾ ചോദിക്കും, നിങ്ങളിത് എങ്ങനെ അറിഞ്ഞു? അതുണ്ട്, പുസ്തകമുണ്ട്. ഇത് അനുഭവിച്ച ഒരു പെൺകുട്ടിയുടെ പുസ്തകമുണ്ട്. രക്ഷപ്പെട്ട് പുറത്തു വന്ന ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ കഥയുണ്ട്. അവരനുഭവിച്ച വേദനകൾ. വാസ്തവം പറഞ്ഞാൽ ഓഷ്വിറ്റ്സ് തടവറയിൽ ആൻ ഫ്രാങ്ക്, കൊച്ചു പെൺകുട്ടി അനുഭവിച്ചതിനേക്കാൾ വളരെ നമ്മുടെ ഹൃദയത്തെ മഥിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ഇതുപോലെ തന്നെയാണ് മറ്റൊരു കൂട്ടർ, തുർക്കികൾ തന്നെ, തുർക്കി സൈനികർ തന്നെ അവരുടെ അതിരിലുള്ള യസീദികളോട് ചെയ്തത്. തുർക്കി എന്ന് പറയുന്ന നാറ്റോ സഖ്യത്തിലെ രാജ്യമാണ്. ഫ്രാൻസ്, ബ്രിട്ടൻ അവരോടൊപ്പം ചേർന്ന, അമേരിക്ക അവരോടൊപ്പം ചേർന്ന സഖ്യമാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ
യസീദികളും ഈ യുദ്ധത്തിൽ അവരോടൊപ്പം നിന്നു. അപ്പം അവരുടെ വാഗ്ദാനം, യസീദികളെന്ന് പറയുന്ന തുർക്കി മുതലുള്ള മലനിരകളിൽ ഇങ്ങനെ താമസിക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളാണവർ. നിങ്ങൾക്ക് പ്രത്യേകം രാജ്യം തരാമെന്ന് വാഗ്ദാനം കൊടുത്തു. പക്ഷേ യുദ്ധം കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുത്തത് ഈ പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളാണ്. ക്രൂരമായിട്ട്, അതിക്രൂരമായിട്ട് അവർ പീഡിപ്പിക്കപ്പെട്ടു യസീദി വംശജർ. ഈ യസീദികളാണ് സിറിയയിലും മറ്റു രാജ്യങ്ങളും IS-നോട് പയറ്റി അവരെ തോൽപ്പിച്ച ശൗര്യമുള്ള ഒരു വിഭാഗമാണ്. അവർക്ക് ഇന്നും രാജ്യം കിട്ടിയിട്ടില്ല, സ്വന്തമായിട്ട് രാജ്യമില്ല, അലയുകയാണ് അവർ. തുർക്കി അതിൻ്റെ വാഗ്ദാനം നിറവേറ്റിയില്ല, ചതിച്ചു അവരെ. ഇത് മാത്രമല്ല, കൊടിയ ശിക്ഷകൾ ഇപ്പോഴും വിധേയരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്താംബൂളിലും തുർക്കിയിലെ മറ്റ് പ്രദേശങ്ങളിലുമെല്ലാം. പഴയ ബൈസാൻഷ്യൻ സാമ്രാജ്യമാണ്, തേനും പാല് കൂടിയിരുന്ന സാമ്രാജ്യത്തിലാണ് ഈ ക്രൂരതകൾ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ദ ഫാൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സംഭവത്തോടു കൂടി തന്നെ അതിൻ്റെ സംസ്കാരം മുഴുവൻ നശിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇരുണ്ട കാലഘട്ടത്തിലെ ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനങ്ങൾ അതിപ്പോഴും തങ്ങളുടെ ശത്രുഗോത്രങ്ങൾക്ക് നേരെയാണെന്ന് ഏർപ്പെടുത്തിയിരുന്നത്. അത് തന്നെ ഇപ്പോഴും ഇസ്ലാമായിട്ട് ഇവരെ അംഗീകരിക്കാത്ത ആൾക്കാർക്ക് നേരെ നടത്തുന്നുണ്ട്. ഇവിടെ പിന്നെ പറയേണ്ട കാര്യമില്ല, ഇസ്ലാമേ അല്ല, ജൂതന്മാരാണ്. അപ്പോൾ അതെന്തിനും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായിട്ട് ഒരു അവകാശമായിട്ട് അവരെടുത്തിരിക്കുകയാണ്. അതവർ ചെയ്തു കഴിഞ്ഞിട്ട് ഈ ശരീരം ഉണ്ടെങ്കിലും ആ ശരീരത്തിനേറ്റ മുറിവ് ഇസ്രായേൽ കണ്ടുപിടിക്കും. ഇവരോട് എന്താണ് ചെയ്തതെന്നുള്ള ബുദ്ധിമാന്മാരായിട്ട് അവിടുത്തെ ഡോക്ടർമാർ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ തന്നെ ഈ ശവശരീരങ്ങളിൽ തന്നെ പ്രഥമ ദൃഷ്ട്യാ തന്നെ അത് ബോധ്യപ്പെടും. അവരനുഭവിച്ച വേദനകൾ പൊറുക്കുകയില്ല, ഇസ്രായേൽ പൊറുക്കുകയില്ല. ടെറർ കണ്ണിന് കണക്ക് ചോദിക്കുകയല്ല. ഐ ഫോർ ആൻ ഐ എന്ന് പറയുന്നത് ടെറർ ഫോർ ടെറർ. അതാണ് ഇസ്രായേലിൻ്റെ നയം. അതുകൊണ്ടാണ് അത് വിജയിക്കുന്നത്. അല്ല, ഈ ടെററിസ്റ്റുകളോട് വേറൊരു നയവും വിജയിക്കുകയില്ല. അതാണ് ഒത്തുതീർപ്പ് ചർച്ചയിൽ നോക്കൂ. ഈജിപ്തും ഖത്തറും അതുപോലെ തന്നെ തുർക്കിയും അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എല്ലാം കൂടെ ചേർന്ന് ഒപ്പുവെപ്പിച്ച ഒരു കരാറാണ്. ആ കരാറിലാണ് ഇത് മുഴുവൻ ആദ്യം ജീവനുള്ളവരെ പിന്നെ മരിച്ചവരെ കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. അത് എത്ര മണിക്കൂറിനകം? 72 മണിക്കൂറിനകം. 72 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. കരാർ ലംഘിച്ചു ആര്? ഹമാസുകാർ കരാർ ലംഘിച്ചു. അപ്പോഴാണ് ഇസ്രായേൽ ഇടപെട്ടത്. എന്നാൽ പിന്നെ ഞങ്ങൾ ഇടപെടും, ഒരു നിമിഷം അവർ ക്ഷമിച്ചിരിക്കില്ല. ഇന്ത്യയെ പോലൊന്നും അല്ലവർ. ഇപ്പോൾ നമ്മൾ അറിയുന്നിടത്തോളം 2 കാര്യങ്ങളാണെന്നത്. വടക്കൻ ഗാസയിലേക്ക് പോകുമായിരുന്ന 9 പാലസ്തീൻകാരെ അവിടെ കൊന്നു. പിന്നൊന്ന് 600 ട്രക്കുകൾ ഇവർക്ക് വേണ്ട സഹായമായിട്ട് വന്നത്. ആ 600 ട്രക്കുകൾ എണ്ണം വെട്ടി ചുരുക്കി 300 ട്രക്കുകൾ വന്നാൽ മതി എന്നാക്കി. ശരിക്കും പറഞ്ഞാൽ ആ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. സമാധാനം എന്ന് പറഞ്ഞ ട്രംപ് ആവേശപൂർവ്വം പോയ ആ സമാധാനമായിട്ട് മാറിയിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധമായിട്ട് മാറാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ്, കോളിളക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചതിയാണ് ഹമാസ് ഈ ലോകത്തോട് തന്നെ. തിരിച്ചടിയായിരിക്കുമല്ലേ ആ 9 പേരെ കൊന്നപ്പെടുത്തിയത്? ചതിക്കുള്ള തിരിച്ചടിയാണ്, തീർച്ചയായിട്ടും അതാണ്. അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ അത് എത്രയേ ഉള്ളൂ. അല്ല, ഈ 60,000 പേർ മരണപ്പെട്ടു, കേരളത്തിൽ ഉൾപ്പെടെ നിലവിളിയാണ്. പക്ഷെ ആരും നിലവിളിക്കുന്നവർ ഒക്ടോബർ 7-നെ കുറിച്ച് പറയുന്നില്ല, അല്ലേ? ഈ ഹമാസിന്റെ ചതിയെ കുറിച്ച് പറയില്ല. അതെ, അതിനെക്കുറിച്ച് പോട്ടെ. നിങ്ങളെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നു. ഇതിനേക്കാൾ ക്രൂരമായിട്ടല്ലേ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരോട് കാഴ്ച ചെയ്തത്? ഡയറക്റ്റ് ആക്ഷൻ വഴി ഇന്ത്യക്കാരോട് ചെയ്തത്. മഹാത്മാഗാന്ധി പറഞ്ഞു നിങ്ങൾ കയ്യും കെട്ടി നിൽക്കാൻ. അവരെ കൊന്നില്ലേ? അവരിൽ ഗർഭിണിയരായവരെ ബയനറ്റ് വെച്ച് കുത്തി കുഞ്ഞിനെ പോലും പുറത്തെടുത്ത് കൊന്നില്ലേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സമ്മേളനം നടന്നു? അതിനെക്കുറിച്ച് വിഭജനത്തിൻ്റെ വേദന ദിനമെന്നും പറഞ്ഞൊരു ദിവസം വെച്ചപ്പോൾ അതിനെ തിരസ്കരിക്കുകയും അതിനെതിരെ ഏകഖണ്ഡമായിട്ട് പ്രമേയം പാസ്സാക്കുകയല്ലേ നമ്മൾ തന്നെ ചെയ്തത്. എന്നിട്ട് അപ്പുറത്തുള്ള പാലസ്തീനെക്കുറിച്ച് വേദനിക്കുക നമ്മൾ. ഇവിടെ എന്ത് നടന്നാലും നമുക്കൊരു പ്രശ്നമില്ല. കാശ്മീരിലെ പണ്ഡിറ്റുകളെക്കുറിച്ച് ഏതെങ്കിലും ഒരു സിമ്പോസിയമോ സെമിനാറോ അല്ലെങ്കിൽ ഐക്യദാർഢ്യ സമ്മേളനമാണ്. സാർ, കാശ്മീരിലെ പണ്ഡിറ്റുകളെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അത് വർഗീയതയാണ്. ഇതൊന്നും വർഗീയതയല്ല, അത് മാത്രം വർഗീയത. ഇതാണ് ഹിന്ദു നിന്ദ എന്ന് പറയുന്നത്. ഹിന്ദുക്കളോടുള്ള അവഹേളനം. അത് തിരിച്ചറിയാത്ത ഒരു വിഭാഗം ഹിന്ദുക്കൾ മാത്രമാണ്. തിരിച്ചറിഞ്ഞ് വർഗീയ കലാപം ഉണ്ടാക്കണമെന്നല്ല. എന്നിട്ട് CPM-നെ ഓശാന പാടിക്കൊണ്ട് നടക്കുകയാണ് കുറേ എണ്ണങ്ങൾ ബുദ്ധിജീവികളാവാൻ വേണ്ടിയിട്ട്. ഞങ്ങളെന്തോ വലിയ ബുദ്ധിജീവികളായി കഴിഞ്ഞ് ഹിന്ദുക്കളെ ചാണകമെന്നും സംഘികളെന്നും ഒക്കെ പറഞ്ഞ് നടന്നാൽ ഇതുപോലെ പരിഹാസ്യമായിട്ടുള്ള കോമാളികൾ പറയില്ലെന്നായി. ബുദ്ധിജീവികളല്ല, ഇവർ കോമാളികളാണ്. അല്ല, നിങ്ങളൊരു ബുദ്ധിജീവിയാണെങ്കിൽ ഹിന്ദു ബുദ്ധിജീവിയോ മുസ്ലിം ജീവിയോ 2 വശവും കാണണം.
ഈ ഒരു വശത്തേക്ക് മാത്രം ഇങ്ങനെ പള്ളിയും തിരിച്ചോണ്ട് പോയാൽ അങ്ങനെ അത് ഭീരുത്വമാണ്. കാശ്മീരിലെ പണ്ഡിറ്റുകളെയും കാണണം, ഗാസയിലെ കുട്ടികളെയും കാണണം. ഒരുപോലെ കാണണം നമ്മളിതെല്ലാം. ഞാൻ രണ്ടിനെയും അപലപിക്കുന്നു. ഇസ്രായേലി ചെയ്ത കൊലപാതകത്തെയും അതുപോലെ പണ്ഡിറ്റുകളെ കൊന്നതിനെയും ഞാൻ അപലപിക്കുന്നു. അതുപോലെ യസീദികളോടും അതുപോലെ കുർദുകളോടും IS കാണിച്ചതിനെയും ഞാൻ അതേ ശക്തിയോടെ തന്നെ അപലപിക്കുന്നു. വേദനയുണ്ട് ഇതിലെല്ലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.